കൂടിയാൽ 2 വർഷം. അത് പറഞ്ഞ് സുബഹി നമസ്കരിച്ച് പടിയിറങ്ങുമ്പോൾ കുഞ്ഞു മൂസയ്ക്ക് വെറും 22 വയസ്സ്. മേൽക്കൂര മാറ്റി ഓടാക്കണം, കടം വീട്ടണം, തിരികെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ കൂടണം. ഇത് 1987 ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ അടുത്ത മാസം അദ്ദേഹത്തിന് 61 വയസ്സ് തികയുകയാണ്. സ്വന്തമായി ആഗ്രഹിച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഗൾഫിൽ നിന്നുകൊണ്ട് 4 സഹോദരിമാരുടെ വിവാഹങ്ങൾ, മാതാപിതാക്കളുടെ ആശുപത്രി ബില്ലുകൾ, എന്തിന് കൂട്ടുകുടുംബത്തിലെ പുതിയ തലമുറയ്ക്ക് വിദേശത്ത് ചേക്കേറാൻ വേണ്ട ഉയർന്ന ഡിഗ്രികളുടെ സാമ്പത്തിക ഭാരം, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ കുഞ്ഞുമൂസയ്ക്ക് കഴിഞ്ഞു. തീർച്ചയായും ഇതുതന്നെയാണ് ഒരു പ്രവാസിയുടെ നന്മ. പക്ഷേ ഇന്ന് എല്ലാം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് മടങ്ങാൻ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് തിരികെ കൊണ്ടുവരാനുള്ള ഒരേ ഒരു കാര്യം ഭാരിച്ച കടങ്ങൾ മാത്രമാണ്. 1 ഡസനിലധികം വരുന്ന അവധിക്കാല യാത്രകൾ സമ്മാനിച്ച അധിക കടം. കുഞ്ഞുമൂസ നല്ല ജോലിയും സമ്പാദ്യമാർഗവും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഒരിക്കൽ നല്ല ആരോഗ്യവാനുമായിരുന്നു, അവസരമുണ്ടായിരുന്നു. പക്ഷേ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഭാവിയിലേക്കൊരു കരുതൽ അതുണ്ടായില്ല. പലരും സൂചിപ്പിച്ചിരുന്നു, പക്ഷേ കൂടെ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹം പാർക്കിംഗ് ലോട്ടിൽ കാറുകൾ കഴുകുകയാണ്. 1-2 പാർട്ട് ടൈം ജോലികൾ കൂടി ഈ 62-ാമത്തെ വയസ്സിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വന്തമായ ഒരു വീട് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. പെൺമക്കൾ വിവാഹപ്രായത്തിലെത്തി നിൽക്കുകയാണ്. ശരീരം രോഗത്തിൻ്റെ മുന്നറിയിപ്പുകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്രവാസക്കണി. ഇത് യാഥാർത്ഥ്യമാണ്. നാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതങ്ങനെ അവസാനിപ്പിക്കേണ്ടതൊന്നുമല്ല. ഇതിന് പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് പ്രവാസിതം ഹബ് കമ്മ്യൂണിറ്റി തയ്യാറാക്കപ്പെട്ടത്. ഗൾഫ് NRKകൾക്ക് ബോധപൂർവം ഭാവി ഒന്ന് ആസൂത്രണം ചെയ്യണം. കടമില്ലാതെ ഒരു വീട് സ്വന്തമാക്കാനും അതുവഴി ഒരു നല്ല വരുമാന മാർഗത്തിലേക്കുള്ള വാതിൽ തുറക്കാനുമൊക്കെ തയ്യാറാക്കപ്പെട്ട ഒരു കൂട്ടം. അന്തസ്സോടെ തിരികെ മടങ്ങിയെത്താനുള്ള ഒരിടം. ഈ കഥ പരിചിതമാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമുക്കിത് പരിഹരിക്കാം ഒരുമിച്ച്. സ്റ്റേ ട്യൂൺഡ്. പ്രവാസിതം ഹബ് കമ്മ്യൂണിറ്റി.